ഓക്കെ, അശ്വതി മാമിന്റെ പീരീഡ് ആണെന്ന് അറിയാം. അപ്പൊ മാമിന് വയ്യ, പനിയൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പൊ ആള് റെസ്റ്റിലാണ്. സോ മിസ്സിന്റെ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ചാപ്റ്റർ ഞാൻ തന്നെയായിരിക്കും കംപ്ലീറ്റ് ചെയ്യുന്നത്. നമ്മളുടെ ഓൾറെഡി പോർഷൻസ് ഒക്കെ കംപ്ലീറ്റ് ആയതാണ്. അപ്പോ മിസ്സിന് പകരം അപ്പോ ഒരു ക്ലാസ്സും കൂടി ഞാൻ തന്നെ നിങ്ങൾക്ക് എടുക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? എടുത്തിട്ടുണ്ടായില്ല കേട്ടോ നേരത്തെ. ഓക്കെ, അപ്പോ എവിടെ വരെ ആയിരുന്നു? ഫസ്റ്റ് പേജ് കംപ്ലീറ്റ് ആയിരുന്നോ? കഴിഞ്ഞില്ലേ ഫസ്റ്റ് പേജ്? ലബോറട്ടറി സ്ക്രീൻ കാണുന്നില്ലേ? കാണുന്നുണ്ടോ? ഫസ്റ്റ് പേജ് ഫസ്റ്റ് പേജ് കംപ്ലീറ്റ് ആയല്ലോ. ഇനിയിപ്പോ നമുക്ക് സെക്കൻഡ് പേജ് തുടങ്ങിയാണല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത്, ആണോ? അതെ. ഓക്കെ, അപ്പോ ഇനി നമുക്ക് സ്റ്റഡി ലീവും അല്ലെങ്കിൽ എക്സാമിന്റെ ഡേറ്റ് ഒക്കെ കിട്ടിയില്ലല്ലോ എല്ലാവർക്കും? കിട്ടിയോ? കിട്ടി മിസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ബുധനാഴ്ച വരെയാണ് നമുക്ക് ക്ലാസ് ഉള്ളത്. ദെൻ നമുക്ക് സ്റ്റഡി ലീവ് ആണ്. അപ്പോ വെനസ്ഡേക്കുള്ളിൽ ഈ ഒരു ചാപ്റ്റർ നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. വലിയ കുഴപ്പമില്ലാത്ത ചാപ്റ്റർ ആണ്, വായിച്ചാല് മനസ്സിലാകും, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. അപ്പൊ അതനുസരിച്ചിട്ട് എക്സ്ട്രാ നോട്ട്സ് ഒന്നും നമുക്ക് തരാനില്ല. ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പറയാം. പിന്നെ ചെറിയ എന്തെങ്കിലും ചെറിയ നോട്ട് നമ്മൾ നോർമലി എപ്പോഴും നമ്മൾ തന്നതുപോലെ ഉണ്ടെങ്കിൽ അത് ഇതിന്റെ ഒപ്പം തന്നെ പറഞ്ഞു പോകാം. ഓക്കെ, അപ്പോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഹയറാർക്കിയാണ്. അപ്പോ എന്താണ് ലബോറട്ടറി എന്നൊക്കെ ഫസ്റ്റ് ക്ലാസ്സിൽ മിസ് പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കണം. ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഹയറാർക്കിയിൽ ഇവിടെ പറയുന്നത് ഒരു ടേബിൾ ആണ്. അപ്പോൾ ഇതിൽ പറയുന്നത് പൊസിഷൻ, എഡ്യൂക്കേഷൻ, ട്രെയിനിങ്, റെസ്പോൺസിബിലിറ്റീസ്. നമുക്കറിയാം, നമ്മളൊരു ലബോറട്ടറിയിൽ ചെല്ലുമ്പോൾ അല്ലെ, അവിടെ ഒത്തിരി സ്റ്റാഫുകളൊക്കെ കാണാറുണ്ട് അല്ലെ. ചിലപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ റിസപ്ഷൻ ഒക്കെ ഉണ്ടാകും. അപ്പൊ റിസപ്ഷൻസിൽ കുറച്ച് സ്റ്റാഫുകൾ ഉണ്ടാവും. ദെൻ നമ്മളുടെ ബ്ലഡ് സാമ്പിൾ ഒക്കെ എടുക്കുന്ന സ്റ്റാഫുകൾ ഉണ്ടാവും. അല്ലാതെ തന്നെ ഒത്തിരി സ്റ്റാഫുകൾ അതിനുള്ളിൽ നമുക്ക് കാണാൻ പറ്റും. ഇല്ലേ, കണ്ടിട്ടുണ്ടോ? ഒരാൾ മാത്രമാണോ ഒരു ലാബിലുള്ളത്? ഒരു സ്റ്റാഫ് മാത്രമായിരിക്കും ഒരു ലാബിലുള്ളത്? അല്ല അല്ലെ. നമ്മൾ ചെല്ലുമ്പോൾ ഒത്തിരി സ്റ്റാഫുകളിലേക്ക് കാണാറുണ്ട്. അപ്പോ ഇവരെല്ലാം ഒരേ പൊസിഷനൊന്നും ആയിരിക്കില്ല. എല്ലാവർക്കും ഡിഫറെന്റ് ആയിട്ടുള്ള പൊസിഷൻസ് ഒക്കെ ഉള്ള സ്റ്റാഫുകളാണ്. അപ്പൊ ഒരു ലബോറട്ടറിയുടെ ഉള്ളില് നമുക്ക് ലബോറട്ടറിയെ കുറിച്ച് എന്താ, നമ്മൾ പോയി ബ്ലഡ് ടെസ്റ്റ് എടുക്കും, സാമ്പിൾ കൊടുക്കും, അതിന്റെ റിസൾട്ട് വാങ്ങിക്കും, അത്രയല്ല നമുക്കൊരു അറിവുള്ളൂ അല്ലെ. അപ്പൊ നമ്മൾക്ക് അതിന്റെ ഉള്ളിൽ ആരൊക്കെയാണ്, എന്താണ് അവരുടെ പൊസിഷൻ, അവരുടെ റെസ്പോൺസിബിലിറ്റീസ് എന്താണെന്നാണ് ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഏറ്റവും ടോപ്പിൽ നിന്ന് തുടങ്ങിയാണ് നമ്മൾ പഠിക്കുന്നത്. ഹയറാർക്കിയിൽ ഏറ്റവും ടോപ്പ് പൊസിഷൻ തുടങ്ങി ലോ പൊസിഷൻ വരെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോ ഫസ്റ്റ് വൺ നോക്കാം. ലബോറട്ടറി ഡയറക്ടർ. നമുക്കറിയാം, ഏതൊരു സ്കൂൾ ലബോറട്ടറി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, അവിടുത്തെ ഡയറക്ടർക്കായിരിക്കും ഏറ്റവും ഉയർന്ന സ്ഥാനം എന്ന് പറയുന്നത് അല്ലെ. അപ്പോ ഇവിടെ ലബോറട്ടറി ഡയറക്ടർ മീൻസ് അദ്ദേഹമാണ് ഏറ്റവും ഉയർന്ന ഒരു പൊസിഷൻ എന്ന് പറയുന്നത്. ആ വ്യക്തിയുടെ എഡ്യൂക്കേഷൻ ട്രെയിനിങ് എന്താണെന്ന് നോക്കാം. ഡോക്ടറൽ ഡിഗ്രി, MDO അല്ലെങ്കിൽ PhD ഒക്കെ എടുത്ത അത്രയും ലെവലുള്ള ഒരു ഡിഗ്രി ഒക്കെ ആയിരിക്കും. സംടൈംസ് ഈ മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റ്, മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റ് ആവാം, അല്ലെങ്കിൽ അതിന്റെ ഒരു കോഴ്സ് സർട്ടിഫിക്കേഷൻ കോഴ്സ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കും ലബോറട്ടറി ഡയറക്ടർ എന്ന് പറയുന്നത്. നിങ്ങൾക്കിവിടെ എഡ്യൂക്കേഷൻ ട്രെയിനിങ്ങിന് അങ്ങനെ ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കാറില്ല, സ്കിപ്പ് ചെയ്യണ്ട, വായിക്കണം. മെയിൻ ആയിട്ട് പൊസിഷനും അദ്ദേഹം ചെയ്യുന്ന റെസ്പോൺസിബിലിറ്റീസ് ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതിലാണ് കുറച്ച് പ്രാധാന്യം കൊടുത്ത് തന്നെ പഠിക്കാം. എഡ്യൂക്കേഷൻ ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഓക്കെ, രണ്ട് റെസ്പോൺസിബിലിറ്റീസും പൊസിഷനാണ് നമുക്ക് ക്വസ്റ്റ്യൻ ഇതുവരെ ചോദിച്ചു കണ്ടിരിക്കുന്നത്. സോ സ്കിപ്പ് ചെയ്യണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. വായിക്കണം, പക്ഷെ സ്കിപ്പ് ചെയ്യണ്ട, ജസ്റ്റ് വായിച്ചു പോയിക്കോളൂ. മെയിൻ ആയിട്ട് പൊസിഷനും റെസ്പോൺസിബിലിറ്റീസും നോക്കാം. അപ്പോ ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞു ഡയറക്ടർ. ലബോറട്ടറി ഡയറക്ടർ PhD അല്ലെങ്കിൽ MD ഒക്കെ എടുത്ത വ്യക്തി ആയിരിക്കണം ലബോറട്ടറി ഡയറക്ടർ എന്ന് പറയുന്നത്. ദെൻ അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്താണെന്ന് നോക്കാം. കൺട്രോൾസ് ആൻഡ് മാനേജസ് ഓൾ ലാബ് ഓപ്പറേഷൻസ് ആൻഡ് എൻഷുർ ക്വാളിറ്റി പേഷ്യന്റ് കെയർ. ലാബിലെ എല്ലാ ഓപ്പറേഷൻസിനെയും, എല്ലാ പ്രവർത്തനങ്ങളെയും കൺട്രോൾ ചെയ്യുകയും മാനേജ് ചെയ്യുകയും ചെയ്യണം. ഡയറക്ടർ ആണല്ലോ, സ്ഥാപനം മുന്നോട്ട് പോകണമെങ്കിൽ നല്ല രീതിയിൽ പ്രവർത്തനങ്ങളൊക്കെ നടക്കണം അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും ഒന്ന് മേൽനോട്ടം വഹിക്കുക. Then explain test results with consulting pathologist. അതായത് ഇപ്പോൾ ടെസ്റ്റ് റിസൾട്ട് ഒക്കെ ഉണ്ടെങ്കിൽ പാത്തോളജിസ്റ്റ് മീൻസ് ആ രോഗം നിർണ്ണയിക്കുന്ന ഡോക്ടറുമായിട്ട് കണ്ട്
എന്താണോ ടെസ്റ്റിന്റെ റിസൾട്ടും കാര്യങ്ങളും നമുക്ക് പേഷ്യൻസിനോട് പറഞ്ഞു തരിക. അല്ലെങ്കിൽ നമ്മൾ ചോദിക്കാറുണ്ട്, നമുക്ക് റിസൾട്ടിനെ പറ്റി ഒന്നും അറിയില്ലല്ലോ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അവിടെ നിൽക്കുന്ന സ്റ്റാഫിനോട് ചോദിക്കാറുണ്ട് റിസൾട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ. ചോദിക്കാറില്ലേ നിങ്ങൾക്ക് നോക്കുമ്പോൾ എല്ലാ ടെസ്റ്റുകളുടെ റിസൾട്ട് മനസ്സിലാകാറുണ്ടോ? ഇതിനെ കുറിച്ച് യാതൊരു അറിവില്ലാതെ നമ്മൾക്ക് എന്തെങ്കിലും മനസ്സിലാകാറുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ അവിടെ നിൽക്കുന്ന സ്റ്റാഫിനോടാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പൊ അതാണ് ലബോറട്ടറി ഡയറക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ലബോറട്ടറി ഡയറക്ടർ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സ്ഥാനമാണ് ടെക്നിക്കൽ സൂപ്പർവൈസറിനുള്ളത്. സൂപ്പർവൈസർ എന്ന് പറയുമ്പോൾ അതിന്റെ മീനിങ് എന്താണ്? സൂപ്പർവൈസ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താ? സൂപ്പർവൈസ് ഒരു മേൽനോട്ടം വഹിക്കുക അല്ലെ? അപ്പൊ നോക്കാം, ടെക്നിക്കൽ സൂപ്പർവൈസർ. ഇനി അദ്ദേഹത്തിന്റെ എഡ്യൂക്കേഷൻ നോക്കാം. ഡോക്ടറൽ ഡിഗ്രി, MDO അല്ലെങ്കിൽ PhD ഒക്കെ ആയിരിക്കും, അല്ലെങ്കിൽ മാസ്റ്റേഴ്സോ ബാച്ചിലർ, അതായത് PG ലെവലൊക്കെ എടുത്ത വ്യക്തി ആയിരിക്കും ടെക്നിക്കൽ സൂപ്പർവൈസർ എന്ന് വിളിക്കുന്നത്. അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത് പ്രൊവൈഡ് സൂപ്പർവിഷൻ ഓഫ് ടെക്നിക്കൽ ആൻഡ് സയന്റിഫിക് ഫങ്ഷൻസ് ഓഫ് ദ ലാബ്. ലാബിനുള്ളിലെ ടെക്നിക്കൽ പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും മേൽനോട്ടം വഹിക്കുന്നത് ടെക്നിക്കൽ സൂപ്പർവൈസർ. ആ പേരിൽ തന്നെയുണ്ട്, ടെക്നിക്കൽ പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ സൂപ്പർവൈസ് ചെയ്യുന്നതാണ് ടെക്നിക്കൽ സൂപ്പർവൈസർ. അത് പഠിക്കാനായിട്ട് എളുപ്പമുണ്ട് അല്ലെ? ടെക്നിക്കൽ സൂപ്പർവൈസർ എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ പരമായിട്ടുള്ള എല്ലാ മേഖലകളെയും സൂപ്പർവൈസ് ചെയ്യുന്നു. മൂന്നാമത്തെ ആളാണ് ജനറൽ സൂപ്പർവൈസർ, കുറച്ചുകൂടി താഴ്ന്ന് അല്ലെ? ഏറ്റവും ടോപ്പ് ലാബ് ഡയറക്ടർ, ടെക്നിക്കൽ സൂപ്പർവൈസർ, ജനറൽ സൂപ്പർവൈസർ. ജനറൽ സൂപ്പർവൈസറിന്റെ എഡ്യൂക്കേഷൻസ് നോക്കാം. May be the same person as the lab director or technical supervisor. ഈ ജനറൽ സൂപ്പർവൈസർ എന്ന് പറഞ്ഞാല് ഒന്നില്ലെങ്കിൽ ഡയറക്ടർ തന്നെ ആവാം, അല്ലെങ്കിൽ ടെക്നിക്കൽ സൂപ്പർവൈസറോ ആയിരിക്കാം. അദ്ദേഹം MLC, MLS, MT or MLT, അതായത് മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യനോ അല്ലെങ്കിൽ മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റോ ഒക്കെ ആയിരിക്കാം. മീൻസ് ലബോറട്ടറി ഡയറക്ടർ തന്നെ അല്ലെങ്കിൽ ടെക്നിക്കൽ സൂപ്പർവൈസർ തന്നെ ആവാം ഈ ജനറൽ സൂപ്പർവൈസർ എന്ന് പറഞ്ഞാൽ ആ സെയിം പൊസിഷൻ. അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്ന് വെച്ചാൽ പ്രൊവൈഡ് സൂപ്പർവിഷൻ ഓഫ് ഡേ ടു ഡേ ഫങ്ഷൻസ് ഓഫ് ദ ലാബ്. ലാബിനുള്ളിലെ ദൈനംദിന പ്രവർത്തനങ്ങൾ, അതായത് ഓരോ ദിവസത്തെ പ്രവർത്തനങ്ങളെയും മേൽനോട്ടം വഹിക്കണം. ജനറൽ ആയിട്ട് അല്ലെ, കോമൺ ആയിട്ട് എല്ലാ ദിവസവും നടക്കുന്ന പ്രവർത്തനങ്ങളിൽ പേഷ്യൻസ് വരുന്നുണ്ടോ, ടെസ്റ്റുകൾ നടത്തുന്നുണ്ടോ എന്നൊക്കെയുള്ള കോമൺ ആയിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഡേ ടു ഡേ ഫങ്ഷൻസിന് മേൽനോട്ടം വഹിക്കുന്നതാണ് ജനറൽ സൂപ്പർവൈസർ എന്ന് വിളിക്കുന്നത്. നാലാമത്തെ വ്യക്തിയാണ് MLT, മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ. നമ്മള് MLT കോഴ്സ് ഒക്കെ ചെയ്യുന്നത് പറയും ഇല്ലേ? അത് കേട്ടിട്ടുണ്ടോ നിങ്ങള്? MLTക്ക് പഠിക്കുന്നു അല്ലെ? കേട്ടിട്ടുണ്ടോ? യെസ്. ഇനി കൂട്ടത്തിൽ പഠിക്കുന്ന വ്യക്തികൾ ഉണ്ടായിരിക്കാം അല്ലെ, സ്റ്റുഡൻസ് നിങ്ങള്. അപ്പോ MLT പഠിച്ചിട്ടുള്ളവരുണ്ട് കേട്ടോ. അസോസിയേറ്റഡ് ഡിഗ്രി ആൻഡ് കംപ്ലീഷൻ അക്രിയേറ്റഡ് MLT ഓർ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം, MLT പ്രോഗ്രാം ചെയ്തവരായിരിക്കും. അവരുടെ റെസ്പോൺസിബിലിറ്റീസ് എന്താണ്? MLT പഠിച്ച സ്റ്റുഡൻസ് പറയൂ, എന്താണ് നിങ്ങളുടെ ഉത്തരവാദിത്വം? എന്താണ് നിങ്ങൾ ചെയ്യുന്നത് ലബോറട്ടറിയില്? പഠിച്ച സ്റ്റുഡൻസ് ആരും ഉണ്ടാവില്ല അല്ലേ? എന്താണ് ചെയ്യുന്നത്? അങ്ങനെയാണല്ലോ നമ്മൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാമതൊരു ക്വസ്റ്റ്യൻ നമ്മൾ ചോദിച്ച ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യും അല്ലെ? പെർഫോംസ് കസ്റ്റമറി ടെസ്റ്റ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ സോൺ ടെസ്റ്റ് അണ്ടർ സൂപ്പർവിഷൻ MLS ആൻഡ് MT. MLS അതായത് സൂപ്പർവൈസറിന്റെ കീഴില് നമ്മൾ ടെസ്റ്റുകൾ, പേഷ്യൻസിന്റെ ടെസ്റ്റുകളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആരാണ്? MLT, മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യന്മാരാണ്. ലാസ്റ്റ് ഏറ്റവും താഴ്ന്ന ഏറ്റവും ലോ ലെവലിൽ നിൽക്കുന്നതാണ് ഫ്ലിബറ്റോമിസ്റ്റ്, ദാറ്റ് ഈസ് PBT. എന്താണ് ഫ്ലിബറ്റോമിസ്റ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടെങ്കിൽ ഫ്ലിബറ്റോമിസ്റ്റ് അപ്പൊ നോക്കാം. ഹൈസ്കൂൾ ഡിഗ്രി ആൻഡ് ട്രെയിനിങ് ഓർ വർക്ക് എക്സ്പീരിയൻസ്. അദ്ദേഹത്തിന് ഒരു ഹൈസ്കൂൾ ഡിഗ്രി മതി, അല്ലെങ്കിൽ ഏതെങ്കിലും വർക്ക് എക്സ്പീരിയൻസ്. ഇനി എന്താ ചെയ്യുന്നത് നോക്കാം. ഗ്യാദേഴ്സ് ബ്ലഡ് സാമ്പിൾസ് ഫ്രം പേഷ്യന്റ് ഫോർ ലാബ് ടെസ്റ്റ്. ബ്ലഡ് സാമ്പിൾസ് ഒക്കെ പേഷ്യൻസിൽ നിന്നും എടുക്കുന്നത് ടെസ്റ്റ് നടത്താൻ വേണ്ടിയിട്ട് സാമ്പിൾസ് രോഗികൾക്ക് നിന്ന് സ്വീകരിക്കുന്ന ഓരോ വ്യക്തിയാണ് ഫ്ലിബറ്റോമിസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ പറഞ്ഞു 5 കാര്യങ്ങളാണ്, 5 പൊസിഷനാണ്. ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് ലബോറട്ടറി ഡയറക്ടർ, ടെക്നിക്കൽ സൂപ്പർവൈസർ, ഇനിയും ടെക്നിക്കൽ പരമായിട്ടുള്ളത് സൂപ്പർവൈസ് ചെയ്യുന്നു. ജനറൽ സൂപ്പർവൈസർ ഡേ ടു ഡേ പ്രോഗ്രാംസ് ചെയ്യുന്നു. MLT നമ്മൾ പറഞ്ഞു ടെസ്റ്റുകൾ നടത്തുന്നു.
ഫ്ലിബറ്റോമിസ്റ്റ് ബ്ലഡ് സാമ്പിൾസ് ഒക്കെ പേഷ്യൻസിൽ നിന്നും കളക്ട് ചെയ്യുന്നു. ഇതാണ് ഒരു ഹയറാർക്കി എന്ന് പറയുന്നത്, ഒരു ലബോറട്ടറിയിലെ ഹയറാർക്കി എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയോ എല്ലാവർക്കും? എളുപ്പമാണ്. ജസ്റ്റ് ഞാൻ പറഞ്ഞു എഡ്യൂക്കേഷൻ അത്ര പ്രാധാന്യം കൊടുക്കണ്ട, ജസ്റ്റ് വായിച്ചാൽ മാത്രം മതി. പൊസിഷനും അതുകൊണ്ട് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റീസും മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അടുത്ത ഭാഗത്തിലേക്ക് പോവുകയാണ്. ഇൻഫ്രാസ്ട്രക്ചർ അല്ലെ, എന്ത് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അടിസ്ഥാന സൗകര്യങ്ങൾ അല്ലെ. നമുക്കറിയാം ഒരു ലാബില് ഏതൊരു ഹോസ്പിറ്റലിൽ ഏതൊരു ഡിപ്പാർട്ട്മെന്റിലായിക്കോട്ടെ അവിടെ അത്യാവശ്യം അതിന് വേണ്ടുന്ന തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കണം അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം. Infrastructure of the laboratory changes with the needs of clinical research service provided by the laboratory, but the basic needs should meet the regulatory and international standards. Infrastructure of a laboratory directly affects the quality of research data, efficiency and safety of laboratory workers. നമുക്ക് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ നമുക്കറിയാം. ഇപ്പൊ ഒരു ലാബില് അത്യാവശ്യം അടിസ്ഥാന സൗകര്യങ്ങൾ വേണം അല്ലെ. നിങ്ങളൊരു ലാബിൽ പോകുമ്പോൾ എന്തൊക്കെയാണ് അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ കണ്ടിരിക്കുന്നത്? എന്തൊക്കെയായിരിക്കും? ഒരു അത്യാവശ്യം എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. ഒരു പേഷ്യന്റിന് ഇരിക്കാനായിട്ട് അറ്റ്ലീസ്റ്റ് ഒരു ചെയറും കാര്യങ്ങളും ഉണ്ടാകും, ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഉണ്ടാകും ഇല്ലേ? ഉണ്ടോ ഇതൊക്കെ? ബ്ലഡ് കളക്ഷനും മറ്റുമുണ്ട് അല്ലെ. അതായത് നമ്മുടെ വെയിറ്റിംഗ് ഏരിയ ഉണ്ടാകും. അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ അത്യാവശ്യം ഒരു ഏകദേശം നമുക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ അവിടെ ഉണ്ടാകും. അപ്പോ ഇവിടെ പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചറില് ഇപ്പോ ക്ലിനിക്കൽ ഗവേഷണത്തിന് അതായത് ചികിത്സാപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയും മറ്റും സേവനങ്ങൾക്കും അനുസരിച്ചിട്ട് ലബോറട്ടറിയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മാറുന്നു. മീൻസ് മാറുന്നു വെച്ചാൽ എന്താണ്? പുതിയ പുതിയ സൗകര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണെന്ന്. ഇപ്പോ അടിസ്ഥാന വെയിറ്റിംഗ് ഏരിയ ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റേത് കാര്യങ്ങളും ഇപ്പോ കുടിവെള്ളത്തിന്റെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പോ നമ്മളുടെ ക്ലിനിക്കൽ പരമായിട്ട് ചികിത്സാപരമായിട്ട് മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് ആവശ്യങ്ങൾക്ക് അനുസരിച്ച് ലബോറട്ടറിയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്, മാറ്റങ്ങൾ വരുന്നുണ്ട്. ഈ മാറ്റങ്ങൾ റെഗുലേറ്ററി ആൻഡ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിന്റെ കീഴിലായിരിക്കുന്നു. അതായത് ഒരു അന്തർദേശീയ മാനദണ്ഡങ്ങളെ എന്തെങ്കിലും ഒരു റെഗുലേറ്ററി ഉണ്ടാവുമല്ലോ. തോന്നിയ പോലെ നമുക്ക് ഇഷ്ടമുള്ള ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ടുവരാനല്ല അവിടെ പറയുന്നത്. അതിന് ഒരു നിർദ്ദേശിതമായിട്ടുള്ള ഒരു മാനദണ്ഡങ്ങൾ അനുസരിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ലബോറട്ടറിയിൽ കൊണ്ടുവരുന്നുണ്ട്. Infrastructure of a laboratory directly affects the quality of research data, efficiency and safety of laboratory workers. ഇനി ഒരു ലബോറട്ടറിയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നത് ആ ഒരു ഗവേഷണ ഡാറ്റയുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുമെന്ന് അല്ലെ. അവിടുത്തെ സൗകര്യങ്ങൾ കൂടുമ്പോൾ അത്യാവശ്യം പേഷ്യൻസ് കൂടും, അപ്പോ അവിടുത്തെ ഡാറ്റയുടെ കാര്യങ്ങളൊക്കെ കൂടും. അതുപോലെ തന്നെ എന്താണ് തൊഴിലാളികളുടെ വർക്കേഴ്സിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും അവരുടെ സുരക്ഷ കൂട്ടാനും സാധിക്കുന്നു അല്ലെ. നമുക്കറിയാം കൂടുതൽ എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവരുടെ വർക്കിന്റെ എഫിഷ്യൻസി കൂട്ടാനായിട്ട് സാധിക്കും. Then ലാസ്റ്റ് പാരഗ്രാഫ് നോക്കാം. The management of laboratory is responsible for providing sufficient resource to staff to guarantee efficient working of a laboratory. ഇനി ഒരു ലബോറട്ടറിയില അല്ലെ ലബോറട്ടറിയുടെ കാര്യക്ഷമമായിട്ടുള്ള നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ജീവനക്കാർക്ക് അതിന് അത്യാവശ്യമായിട്ടുള്ള ഇതുപോലെയുള്ള സേവനങ്ങളും അല്ലെങ്കിൽ എന്താണ് വിഭവങ്ങളും നൽകേണ്ടത് ഒരു മാനേജ്മെന്റിന്റെ ഉത്തരവാദിത്തമാണെന്ന്. ലബോറട്ടറിയിലെ ആ ഒരു മാനേജ്മെന്റിന്റെ ഉത്തരവാദിത്തമാണ് നല്ല നല്ല ഫെസിലിറ്റീസ് ഈ പ്രൊവൈഡ് ചെയ്യുക അല്ലെ. പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് സ്റ്റാഫിനെ പ്രൊവൈഡ് ചെയ്യുന്നത് മാനേജ്മെന്റിന്റെ ഉത്തരവാദിത്തമാണ്. ഇതാണ് ഇൻഫ്രാസ്ട്രക്ചറിൽ പറയുന്നത്. വേറെ ഒന്നല്ല, ഒന്നുകൂടി പറയാം. നമ്മളുടെ ചികിത്സാപരമായിട്ടുള്ള സേവനങ്ങൾക്കും അതിനുള്ള അടിസ്ഥാന ആവശ്യങ്ങൾക്കുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ലാബിലെ ഫെസിലിറ്റീസ് വർദ്ധിപ്പിക്കണം, മാറ്റങ്ങൾക്ക് വരുത്തണം. അത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു റെഗുലേറ്ററി ഒരു മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടുള്ള രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തണം. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു അങ്ങനെ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് വർക്കേഴ്സിനെ നല്ല രീതിയിലുള്ള കാര്യക്ഷമമായിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ലബോറട്ടറിയുടെ കാര്യക്ഷമമായിട്ടുള്ള നല്ല രീതിയിലുള്ള പ്രവർത്തനം നടക്കണമെങ്കിൽ അതിന് മതിയായിട്ടുള്ള വിഭവങ്ങള് മാനേജ്മെന്റ് ഉറപ്പാക്കുകയും ചെയ്യണം. ക്ലിയർ ആയോ? ഇൻഫ്രാസ്ട്രക്ചർ ഓക്കെ. നിങ്ങളൊന്ന് വായിച്ചു നോക്കിക്കോളൂ. ഇൻഫ്രാസ്ട്രക്ചറും ആ ടേബിളും ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു പ്രാവശ്യം ഒന്ന് വായിച്ചു നോക്കാം.
ഒരു പ്രാവശ്യം വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ? വായിച്ചു ഒരു വട്ടം എല്ലാവരും? ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഗുഡ് ലബോറട്ടറി ഡിസൈൻ ഷുഡ് എക്സാമൈൻ ദ ഫോളോയിങ്. അല്ലെ, നല്ലൊരു ലബോറട്ടറി എങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്നാണ് ഇനി പറയുന്നത്. ക്ലിയർ ആണ് എല്ലാവർക്കും? കുറച്ച് സ്പീഡ് ഉണ്ട്. സ്പീഡ് കൂടുതലാണോ? മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? റിപ്പീറ്റ് ചെയ്ത് ഞാൻ പറയുന്നുണ്ട്. ഓക്കെ, വളരെ സ്ലോയിൽ പോയിട്ടുണ്ടെങ്കിലും നമ്മുടെ പോർഷൻസ് കവർ ചെയ്യാൻ പറ്റില്ല. മാക്സിമം മനസ്സിലാവുന്ന രീതിയിൽ പറയുന്നുണ്ട്. ഇനി എന്തെങ്കിലും മനസ്സിലാക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഒന്ന് പറയാം, റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുതരാം. ഓക്കെ, ഗുഡ് ലബോറട്ടറി ഡിസൈൻ ഷുഡ്, അല്ലെ? സ്പീഡ് ഇല്ല. ഓക്കെ, എനിക്ക് അങ്ങനെ മീൻസ് നമ്മള് ആ ഒരു ഫ്ലോയിൽ അങ്ങനെ പറഞ്ഞു പോണേ കേട്ടോ. സ്പീഡ് ചിലപ്പോ കൂടാൻ ഞാൻ പലപ്പോഴും പറയാറില്ലേ, നമ്മള് ചിലപ്പോ സംസാരത്തിന്റെ ഒരു മീൻസ് ഓരോരുത്തരുടെയും ഒരു സ്ലാങ് എന്ന് പറയാം, അല്ലെ? ഇപ്പൊ ഓരോ ടീച്ചേഴ്സിന്റെ സ്ലാങ് വ്യത്യാസം ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് തോന്നിക്കാണും ഓരോ ടീച്ചേഴ്സ് അല്ലെ സംസാരം വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള സ്ലാങ് ആണ് ഓരോരുത്തരും, അല്ലെ? എന്റെ ഒരു സ്ലാങ് അല്ല വേറൊരു ടീച്ചർക്ക്, അല്ലെ? ഓക്കെ, കുഴപ്പമില്ല, ഫോളോ ചെയ്യാൻ പറ്റിയാൽ മതി നിങ്ങൾക്ക്. അപ്പോ ഗുഡ് ലബോറട്ടറി ഡിസൈൻ നോക്കാം. ഓരോ പോയിന്റ് നമുക്ക് വായിക്കാം. ഫസ്റ്റ് വൺ നോക്കാം. Signage within or outside the facility should be made available that consist of the following information: name, registration number, service offered, working hours, contact number, fees for different tests and services. നമുക്കറിയാം, നിങ്ങൾ ഒരു ലാബില് പോണ കാര്യം ആലോചിച്ച് നോക്കിക്കോളൂ കേട്ടോ. ഒരു ലാബിന്റെ ഫ്രണ്ടില് എന്തൊക്കെയായിരിക്കും എഴുതി വെച്ചിരിക്കുന്നത്? ഒരു ലാബിലേക്ക് നമ്മൾ ചെല്ലണേണ്. അപ്പൊ ലാബിന്റെ ആ ഒരു സൈൻ, അല്ലെ, അതായത് ആ ഒരു സൈൻ ബോർഡ് എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും എന്ന് ആലോചിച്ച് നോക്കിയേ. എപ്പോഴെങ്കിലും പോകുമ്പോൾ എന്തൊക്കെ ഉണ്ടോന്നൊന്ന് ശ്രദ്ധിക്കണേ. ലാബിന്റെ ഒരു നെയിം ഉണ്ടാവും ആ ഒരു ബോർഡിൽ, അല്ലെ? നെയിം ഉണ്ടാവും. അതിന്റെ താഴെ ഒരു രജിസ്ട്രേഷൻ നമ്പർ, ലൈസൻസ്ഡ് ആയിട്ടുള്ള രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടാകും. ദെൻ എന്തൊക്കെ ടെസ്റ്റുകളാണ് ചെയ്യണേന്ന് അതിന്റെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ടാവും, ഇല്ലേ? ആണോ? പുറത്തല്ലെങ്കിലും അകത്ത് ആ ഫ്രണ്ടിൽ നമ്മൾ കയറുന്ന മുമ്പിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ടാവും ഏതൊക്കെ ടെസ്റ്റുകളാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വർക്കിംഗ് അവേഴ്സ്, ചിലപ്പോ സൺഡേ ഹോളിഡേ അല്ലെങ്കിൽ ബാക്കി ഇയേഴ്സ് എത്ര മണിക്കൂർ, എത്ര രാവിലെ 9 മണി തുടങ്ങി വൈകിട്ട് 5 മണി, അങ്ങനെ കറക്റ്റ് ആയിട്ടുള്ള ടൈം സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാകും. ദെൻ കോണ്ടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ടാകും. അതുപോലെ തന്നെ ഫീസ് എല്ലാവർക്കും കൊടുക്കുമെന്ന് എനിക്ക് അറിയില്ല. ചില ഏരിയകളിലൊക്കെ എനിക്ക് തോന്നുന്നു ചില ഹോസ്പിറ്റലുകളിലൊക്കെ കൊടുക്കാറുണ്ട് അങ്ങനെ, ഇല്ലേ? ഇപ്പൊ ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ ലാബിന് ഇത്ര പെർസെന്റേജ് കുറവൊക്കെ ആയിട്ടൊക്കെ സ്പെസിഫൈ ചെയ്യാറുണ്ട്. പ്രൈവറ്റ് ലാബുകളിൽ അങ്ങനെ എനിക്ക് തോന്നുന്നു ഫീസ് അങ്ങനെ എല്ലാവരും കൊടുക്കാറില്ല, എങ്കിലും കൊടുക്കാറൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇത്രയും കാര്യങ്ങളാണ് സൈനേജിൽ നമ്മൾ എഴുതുന്നത്. ക്ലിയർ ആയല്ലോ? നെയിം എഴുതും, രജിസ്ട്രേഷൻ നമ്പർ, സർവീസസുകള്, കോണ്ടാക്ട് നമ്പർ, വർക്കിംഗ് അവേഴ്സ്, കംപ്ലീറ്റ് ബോഡി. എല്ലാവരും ഞാൻ പറഞ്ഞത് എല്ലായിടത്തും അങ്ങനെ ഫീസിന്റെ കാര്യം കൊടുക്കുമെന്ന് ഉറപ്പൊന്നുമില്ല. പിന്നെ ഇതുപോലെ തന്നെ ഏതെങ്കിലും ഗവൺമെന്റ് ഇതിലൊക്കെ മീൻസ് കുറവായിരിക്കുമല്ലോ, അവിടെ മറ്റ് പ്രൈവറ്റിലും അപേക്ഷിച്ച് കുറച്ച് കുറവായിരിക്കുമല്ലോ, അപ്പൊ അതൊന്ന് ജസ്റ്റ് കൊടുക്കുകയായിരിക്കും. Then second point നോക്കാം. Essential health and safety regulations. Use safety signage as applicable. ഇനി ഹെൽത്തും സേഫ്റ്റി റെഗുലേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ സൈനേജ് കാര്യങ്ങളൊക്കെ കൊടുക്കും. ചില ഏരിയകളിലോട്ട് പ്രവേശനം ഇല്ലാന്നൊക്കെ പറഞ്ഞിട്ടുള്ള സൈനേജ് കാര്യങ്ങൾ നമുക്കറിയാം. ടെസ്റ്റ് ചെയ്യണം, നമ്മൾ പോയി അവിടെ പോയി ഇരിക്കുന്നു, നമുക്ക് ഒരു ചെയറിലോട്ട് ഇരിക്കാൻ പറയും, നമ്മളുടെ ബ്ലഡ് സാമ്പിൾ ഒക്കെ എടുക്കും. അതിനുശേഷം അതിനുള്ളിലേക്ക് നമുക്ക് പോവാനായിട്ട് പ്രവേശനം ഉണ്ടോ? നമുക്കൊന്ന് പോയി കാണാന്നൊക്കെ തോന്നും, അല്ലെ? എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യണേന്നൊക്കെ ചിലപ്പോ ഒരു ആഗ്രഹമൊക്കെ ഉണ്ടാകും. പക്ഷെ അതുകൊണ്ട് നമുക്ക് പ്രവേശനമൊന്നും ഇല്ല, ഉണ്ട്, അല്ലെ? ആഗ്രഹമുള്ള ആൾക്കാര്
ചിരിക്കണൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോ അല്ലെ നമുക്ക് അങ്ങനെയൊക്കെ തോന്നിയേക്കാം. പക്ഷെ ഒരിക്കലും നമുക്ക് പ്രവേശനമില്ല. അപ്പോ അങ്ങനെയുള്ള സൈനേജ് കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഇങ്ങനെ പ്രവേശനമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സൈനേജ് ഒക്കെ കൊടുക്കുക. ദെൻ മൂന്നാമത്തെ നോക്കാം, എമർജൻസി പ്ലാൻസ്. ഇപ്പോ എമർജൻസി ആയിട്ടുള്ള അതിന്റെയും സൈനേജുകൾ കൊടുക്കുക. ഇപ്പോ ഫയർ, കെമിക്കൽ സ്പില്ലേജ്, ലാബ് ആക്സിഡൻസ്, എന്തെങ്കിലും ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻസ്, അതിന്റെ എല്ലാം പ്ലാൻസുകൾ കൊടുക്കുക. കെമിക്കൽ സ്പില്ലേജ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് കേട്ടോ. എന്തെങ്കിലും കെമിക്കൽ സ്പില്ലേജ് ആവുന്നതോ അല്ലെങ്കിൽ തീപിടുത്തമോ മറ്റും ഉണ്ടാവുന്ന അതിന്റെ പ്ലാൻസ് കാര്യങ്ങളൊക്കെ കൊടുക്കുക. പ്ലാൻസ് കൊടുക്കാന്ന് വെച്ചാൽ എന്താ, അതിന് മുൻകരുതൽ. ഇപ്പൊ ഫയറിന്റെ ഒക്കെ നമ്മൾ കൊടുക്കാറില്ലേ, ഇപ്പോ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും അല്ലെങ്കിൽ ഹോസ്പിറ്റലൊക്കെ കാണാറില്ലേ ഫയറിന്റെ ഒക്കെ ഒരു സംഭവം കണ്ടിട്ടുണ്ടോ? ഒരു ബോക്സ് പോലത്തെ സംഭവം അടച്ച് സെറ്റ് ആക്കി വെച്ചിരിക്കുന്നത് അല്ലെ, സൈൻ. അതിന്റെ എന്തെങ്കിലും റെഡ് കളറിൽ തന്നെ അത് തന്നെ. ഇനി പോകുമ്പോ അതൊക്കെ ഒന്ന് നോക്കണോട്ടോ നിങ്ങള്. നമ്മൾ ഇത്രയും നാളെ വെറുതെ ഇരുന്ന സംഭവം നമുക്ക് അറിയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ മരുന്ന് വാങ്ങിക്കാൻ വീട്ടിൽ പോരുക എന്നുള്ള ലക്ഷ്യമാണ് അല്ലെ. അപ്പോ ഇനി നമ്മൾ പഠിക്കുന്നതാണ്. സോ എന്താണ് ആസിഡൊക്കെ വരാം. ഇതൊക്കെ ഉണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ പോകുമ്പോഴും. Then constant power supply. സ്ഥിരമായിട്ടുള്ള ഒരു വൈദ്യുതി വിതരണം ആവശ്യമാണ് അല്ലെ. ഒരു ലാബിനെ സംബന്ധിച്ച് ധാരാളം എക്യുപ്മെന്റ്സോടെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോ വൈദ്യുതി അത്യാവശ്യമാണെന്ന്. ഇപ്പൊ വൈദ്യുതി ഇല്ലെങ്കിൽ ജനറേറ്റർ ഫെസിലിറ്റീസ് ഉണ്ടാവും. കറണ്ട് പോകണമെങ്കിൽ ഹോസ്പിറ്റലിലൊക്കെ അപ്പോ എല്ലാ ജനറേറ്ററും വർക്ക് ചെയ്യും അല്ലെ. അപ്പൊ അതും കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യണം. Next one, ventilation, environment control, that's temperature, humidity, etc. and lighting arrangements. അത്യാവശ്യത്തിന് വേണ്ടുന്ന തരത്തിലുള്ള വെന്റിലേഷൻസ് ഒക്കെ ഉണ്ടോ, അല്ലെങ്കിൽ എൻവയോൺമെന്റ് കൺട്രോൾ മീൻസ് മഴയും കാറ്റും വെയിലും ഒന്നും കൊള്ളാത്ത രീതിയിലുള്ള നല്ലൊരു ഇതാണോ. അതുപോലെ തന്നെ ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി. ചില ലാബിലൊക്കെ AC ഒക്കെ ഇരിക്കും, ആണോ? വളരെ നല്ല അടിപൊളിയായിട്ടുള്ള ലാബൊക്കെ ഉണ്ടാകും. അതിന്റെ ടെമ്പറേച്ചർ കാര്യങ്ങളൊക്കെ കൃത്യമാണോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ലൈറ്റനിങ് അറേഞ്ച്മെന്റ്സ്. അത്യാവശ്യം ഉള്ളൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ളതായിരിക്കും ലാബ് എന്ന് പറയുന്നത്, ആണോ? അത്യാവശ്യം ട്യൂബ് ലൈറ്റിന് പുറമെ നല്ല രീതിയിലുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഇല്ലേ. ഇതൊക്കെ ഉണ്ടോന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. അടുത്തത് എപ്പോഴെങ്കിലും ലാബിൽ പോകുമ്പോൾ ഇതൊക്കെ ഉണ്ടോ, ഇതിനുള്ള ഡിസൈൻ ഒക്കെ ആണോ അല്ലെ. അത്യാവശ്യം നല്ലൊരു വെട്ടവും വെളിച്ചവും ലൈറ്റനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. Then communication facility with referral centers. അതുപോലെ തന്നെ മറ്റു റെഫറൽ സെന്റേഴ്സ് ആയിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകും ഇവർക്ക്. അതായത് ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു ലാബിൽ പോയി അല്ലെ. അപ്പോ ചിലപ്പോ ഇതെങ്കിലും ഒരു വേറെ ഒരു ഉയർന്ന ടെസ്റ്റ്, നോർമൽ ടെസ്റ്റിനേക്കാളും കുറച്ചും കൂടി പ്രയർ ആയിട്ടുള്ള ടെസ്റ്റുകൾ, ഇപ്പോ അലർജി IG ടെസ്റ്റോ അങ്ങനെയുള്ള അലർജി ടെസ്റ്റുകളൊക്കെ ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പൊ ചിലപ്പോ അവിടെ അവൈലബിൾ ആയിരിക്കില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇവര് നമ്മളുടെ സാമ്പിൾ എടുക്കും. ബ്ലഡ് സാമ്പിൾ എടുത്തിട്ട് ചിലപ്പോൾ വേറൊരു സെന്ററിലേക്ക് ആ സാമ്പിൾ അയച്ചു കൊടുക്കും. എന്നിട്ട് നമ്മളോട് ഇവര് തന്നെ നമുക്ക് റിസൾട്ട് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് തരും. ഇത്ര ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ അതിന്റെ റിസൾട്ട് ഒക്കെ വരുന്നത്. അപ്പൊ മറ്റ് റെഫറൽ സെന്റേഴ്സിലോട്ട് അവർ എന്ത് ചെയ്യും, അത് കൊടുക്കും. എന്നിട്ടായിരിക്കും നമ്മളുടെ സാമ്പിൾ വാങ്ങിച്ചിട്ട് ഇത്ര ദിവസത്തിനുള്ളിൽ റിസൾട്ട് ആകും എന്ന് പറഞ്ഞിട്ട് റിസൾട്ട് നമുക്ക് ഇവര് തന്നെയായിരിക്കും റിസൾട്ട് തരുന്നത്. TSH ചിലർക്ക് തൈറോയിഡിന്റെയും അത് ഞാൻ പറഞ്ഞത്. നോർമലി ബ്ലഡ് ടെസ്റ്റുകളൊന്നും അങ്ങനെ കുഴപ്പമില്ല. പക്ഷെ ഇൻ കേസ് ഇപ്പോ IG ടെസ്റ്റോ അല്ലെങ്കിൽ TSH അങ്ങനെ പോലുള്ള ടെസ്റ്റുകളൊക്കെ നമ്മൾ ഇതുപോലെ റെഫറൽ ചെയ്തിട്ടാണ് മറ്റ് അവര് സാമ്പിള് നമ്മുടെ എടുത്തിട്ട് എന്ത് ചെയ്യും, ആ സാമ്പിള് വേറൊരു ലാബിലേക്കാണ് അയക്കുന്നത്. ബയോപ്സിക്ക് അയക്കും. എക്സാമ്പിൾ പറയാം കേട്ടോ, ബയോപ്സിക്ക് പറയാം. അതാണ് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി വിത്ത് റെഫറൽ സെന്റേഴ്സ് എന്ന് പറയുന്നത്. ട്രാൻസ്പോർട്ട് ഓഫ് സ്പെസിമെൻ സാമ്പിൾ to referral centers. ഈ പറഞ്ഞ പോലെ നമ്മള് റെഫറൽ സെന്റേഴ്സിന് അയക്കുന്നത്, സാമ്പിൾസ് അയച്ചു കൊടുക്കുന്നത്. Then lab areas that contain carcinogens, radioisotopes, biohazards and lasers should be correctly marked with the proper warning signs. അല്ലെ, ഇതെല്ലാം കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഏരിയകളാ. അത്തരത്തിലുള്ള മാർക്ക് ചെയ്തുകൊണ്ട് വാർണിംഗ് സൈൻസ് കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ബയോഹസാർഡ്സ് പറഞ്ഞൊരു വാർണിംഗ് സൈൻ ഉണ്ടാവും. അതുപോലെ തന്നെ ലേസർ ട്രീറ്റ്മെന്റ്, അതൊക്കെ നമുക്ക് കുറച്ച് ദോഷകരമായിട്ടുള്ള ഒന്നാണ് അതിന്റെ ഇത്. അതുപോലെ തന്നെ റേഡിയോ ഐസോട്ടോപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കറിയാം. റേഡിയോ വികിരണങ്ങളും റേഡിയേഷന് വേണ്ടിയൊക്കെ ചെയ്യൂല നമ്മള്. അതിന്റെ ഇതെല്ലാം ആ ഏരിയയിലോട്ടൊന്നും നമുക്ക് പ്രവേശനമില്ല. കീമോ ചെയ്യുന്ന ഏരിയയിലും റേഡിയേഷൻ
എക്സ്റേന്റെ അവിടെയൊക്കെ ഉണ്ടാവാറുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങോട്ടൊന്നും എക്സ്റേയിലൊക്കെ ഈ പറഞ്ഞ പോലെ സ്കാനിങ് ഏരിയയിലോ അല്ലെങ്കിൽ എക്സ്റേ സെക്ഷനിലോട്ടോ ഒന്നും നമുക്ക് പ്രവേശനമൊന്നും ഇല്ലല്ലോ. ഉണ്ടോ? ഇഷ്ടമുള്ളവർക്ക് കയറി നോക്കാൻ പറ്റും എങ്ങനെയാണ് എക്സ്റേ ചെയ്യുന്നതെന്ന്? ഇല്ല അല്ലെ? അപ്പൊ അങ്ങനെയുള്ള വാണിംഗ് സയൻസുകൾ കൊടുക്കുക. കാർസിനോജൻസ് എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? കാർസിനോജൻസ് മീൻസ് ക്യാൻസർ ട്രീറ്റ്മെന്റ്സും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചെയ്യുന്ന ഒരു ഏരിയക്കില്ലേ, അതിനാണ് ഈ കാർസിനോജൻസ് എന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പൊ അത്തരത്തിലുള്ള ഏരിയകളിൽ അതിനുള്ള വാണിംഗ് സയൻസും സിംബൽസ് ഒക്കെ കൊടുക്കുക. Then to eschew cross contamination, the basic infrastructure facilities should have separated designated areas for reception, for specimen collection, for waiting, for work area, disposal area, cleaning of glasswares, toilet facilities for staff and for patients. അതായത് എസ്ക്യൂ ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? എലിമിനേറ്റ് ചെയ്യുക, മീൻസ് ഇല്ലാതാക്കുക എന്നൊക്കെ പറയില്ലേ, ഒഴിവാക്കുക. അപ്പോ ഈ മലിനീകരണം ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, കണ്ടാമിനേറ്റ് എന്ന് വെച്ചാൽ എന്താണ്? മലിനീകരിക്കുക അല്ലെ? മലിനീകരണങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഡെസിഗ്നേറ്റഡ് ഏരിയകൾ, അതായത് റിസപ്ഷൻ ഉണ്ടാവും, അതുപോലെ സ്പെസിമെൻ കളക്ഷൻ എന്ന് വെച്ചാൽ ഈ നമ്മളെ യൂറിനും ബ്ലഡ് സാമ്പിളൊക്കെ കളക്ട് ചെയ്യുന്ന ഏരിയ, ആ ഏരിയ, അതുപോലെ തന്നെ വെയിറ്റിംഗ് ഏരിയ, വർക്ക് ഏരിയ, ഡിസ്പോസൽ ചെയ്യുന്ന ഏരിയ, ക്ലീനിങ് ഗ്ലാസ് വെയേഴ്സ്, ഇതെല്ലാം മലിനമാക്കാത്ത രീതിയിൽ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിടണം എന്നാണ് പറയുന്നത്. മലിനീകരണം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഓരോ സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഏരിയകൾ കൃത്യമായിട്ട് ക്ലീൻ ചെയ്ത് ഇടണം. അതുപോലെ തന്നെ സ്റ്റാഫിനും പേഷ്യൻസിനും വേണ്ടിയിട്ട് ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കണം. നമ്മള് മിക്ക എല്ലാ ലാബുകളിലും ഉണ്ടോന്ന് അറിയില്ല, എങ്കിലും ഉണ്ടായിരിക്കും. അത്യാവശ്യം എനിക്ക് തോന്നുന്ന ഒരു 80% ലബോറട്ടറിയിൽ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഉണ്ടാകും ഇല്ലേ? അല്ലെങ്കിൽ ലബോറട്ടറിയുടെ ഉള്ളിലില്ലെങ്കിലും അതിനോട് ചേർന്ന് തൊട്ടരികളായിട്ട് തന്നെ ഒരു സെപ്പറേറ്റ് ഒരു ടോയ്ലറ്റ്സ് ഉണ്ടാവും. ഇപ്പോൾ നമുക്ക് സാമ്പിളൊക്കെ എടുക്കണമെങ്കിൽ, ഇപ്പൊ യൂറിൻ സാമ്പിളൊക്കെ എടുക്കണമെങ്കിൽ അല്ലെങ്കിൽ ടോയ്ലറ്റ് അന്വേഷിച്ച് വേറെ ഡിപ്പാർട്ട്മെന്റിൽ പോയി നടക്കണം അല്ലെ? അപ്പോ ഒട്ടുമിക്ക ഹോസ്പിറ്റലുകളിലായാലും ലബോറട്ടറിയിലായാലും എന്താണ് നമുക്ക് ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഉണ്ടാവും. അതില്ലെങ്കിൽ ലബോറട്ടറിയുടെ ഉള്ളിൽ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ലബോറട്ടറിയോട് തൊട്ടടുത്ത് ചേർന്നിട്ടുള്ള ഒരു ഏരിയയിൽ തന്നെ ആയിരിക്കും ഈ പറഞ്ഞ ഒരു ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കുന്നത്. Then last one, specimen sample slide storage facility, including cold storage, wherever applicable. Only authorized personnel should have access to examination area, record keeping area. നമ്മൾ പറഞ്ഞ പോലെ തന്നെ എക്സാമിനേഷൻ ഏരിയയിലും അതുപോലെ തന്നെ ലാബില് റെക്കോർഡ് സൂക്ഷിക്കുന്ന ഏരിയകളിലും ആ ഓതറൈസ്ഡ് പേഴ്സൺസിന് മാത്രമേ പ്രവേശനം അനുവദനീയമുള്ളൂ. അതുപോലെ തന്നെ നമുക്കറിയാം കോൾഡ് സ്റ്റോറേജുകൾ ഇതൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലമില്ലേ, ഏരിയയില്ലേ, അതായത് നമ്മുടെ സാമ്പിളൊക്കെ അവർ സൂക്ഷിക്കും, ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ? അപ്പോ ആ സാമ്പിൾ സൂക്ഷിക്കുന്ന ഏരിയയിലും റെക്കോർഡ് സൂക്ഷിക്കുന്ന ഏരിയയിലൊക്കെ അവിടുത്തെ ഓതറൈസ്ഡ് പേഴ്സണൽ മീൻസ് സ്റ്റാഫുകൾക്ക് മാത്രം പ്രവേശനം അനുവദനീയമുള്ളൂ. ബാക്കി വേറെ ആളുകൾക്കൊന്നും അതിനുള്ളിലേക്ക് പ്രവേശിക്കാൻ പറ്റില്ല. ഓക്കെ, ഇത്രയും പോയിന്റുകളാണ് നമ്മളുടെ ഒരു നല്ലൊരു ലബോറട്ടറി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിലെ കുറെയൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണല്ലോ അല്ലെ? കോമൺ ആയിട്ട് നമുക്ക് കുറച്ചെങ്കിലും അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കറിയാൻ പാടില്ലാത്ത തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളും ഉണ്ട്. ക്ലിയർ ആയ എല്ലാവർക്കും ഡിസൈൻ എങ്ങനെയാണ് ഒരു ഗുഡ് ലബോറട്ടറി എന്ന് ക്ലിയർ ആയോ? എന്ത് പറ്റില്ല, ഒരു ഉറക്കത്തിലാണോ ലാസ്റ്റ് ക്ലാസ് വെച്ച് കഴിഞ്ഞിട്ട്? ഓക്കെ, നിങ്ങൾ വായിച്ചു നോക്കിക്കോളൂ. ഗുഡ് ലബോറട്ടറി ഡിസൈൻ എല്ലാവരും വായിച്ചു നോക്കട്ടോ. നല്ലൊരു ഉറക്കത്തിന്റെ ടൈം ആണല്ലോ ഇപ്പോ അല്ലെ? ഇംഗ്ലീഷ് ക്ലാസ് ഒക്കെ കേട്ട് ഇംഗ്ലീഷ് ഒക്കെ പഠിച്ച് ഉറക്കത്തിലായി പോയ എല്ലാവരും ആണോ? ഓക്കെ, വായിച്ചോളൂ, കണ്ടിന്യൂ.
എല്ലാ പോയിന്റ്സും വായിച്ച് നോക്കാം. ഇതിന്റെ മീനിങ് നിങ്ങൾ സ്വയം ഒന്ന് മനസ്സിലേക്ക് കാണാം കേട്ടോ. എളുപ്പമുള്ള പോയിന്റ്സ് ആണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, മെഡിക്കൽ ടേമും കാര്യങ്ങളൊന്നും വരുന്നില്ല. നമുക്ക് സ്വയം വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ളതാണ്. സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എസെൻഷ്യൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി റെഗുലേഷൻസ് മീൻസ് ആരോഗ്യ സുരക്ഷ നിയന്ത്രണങ്ങളൊക്കെ കൊടുക്കാൻ. അതായത് നമ്മള് സേഫ്റ്റി ആയിട്ടുള്ള സുരക്ഷാ സൂചകങ്ങളൊക്കെ ഉപയോഗിക്കാൻ. ആ സൂചകങ്ങളാണ് നമ്മൾ താഴെ പറയുന്ന ഫയർ, കെമിക്കല്, സ്പില്ലേജ് അങ്ങനെയുള്ള സൂചകങ്ങളില്ലേ, സൂചകങ്ങൾ കൊടുക്കാൻ. എന്തെങ്കിലും സേഫ് ആയിട്ട് സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള സൂചകങ്ങൾ. ഇപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ് റേഡിയേഷൻ എടുക്കുന്നിടത്തും അല്ലെങ്കിൽ എക്സ്റേയിലേക്ക് ഒന്നും പ്രവേശനമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മള് സൂചകങ്ങൾ കൊടുക്കില്ലേ, ദിശാ ബോർഡുകളൊക്കെ പറയും. അങ്ങനെയുള്ളൊരു സേഫ്റ്റി മെഷേഴ്സ് കൊടുക്കാൻ സൂചകങ്ങൾ. ലാസ്റ്റ് പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, എക്സാമിനേഷൻ ഏരിയ. അതായത് നമ്മള് മീൻസ് കോൾഡ് സ്റ്റോറേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തണുത്ത് നമ്മള് ഫ്രിഡ്ജിൽ ഇതൊക്കെ സൂക്ഷിക്കില്ലേ, അതായത് നമ്മൾ സാമ്പിൾ എടുക്കുന്ന ബ്ലഡ് സാമ്പിൾസ് ഒക്കെ സൂക്ഷിക്കും. അപ്പൊ ആ ഒരു ഏരിയയിലേക്കും അതുപോലെ തന്നെ അവര് ടെസ്റ്റുകൾ ചെയ്യുന്നത്, ടെസ്റ്റ് ചെയ്ത് നോക്കില്ലേ മൈക്രോസ്കോപ്പിലൂടെയും മറ്റും ടെസ്റ്റ് ചെയ്യുന്ന ഒരു ഏരിയ. അതുപോലെ തന്നെ നമ്മളുടെ റെക്കോർഡ്, ലാബിൽ വരുന്ന പേഷ്യൻസിന്റെ റെക്കോർഡ് കീപ്പ് ചെയ്യുന്ന ഏരിയ. ഈ ഏരിയകളിലോട്ട് ഓതറൈസ്ഡ് പേഴ്സണൽ, അതായത് അവിടുത്തെ ഓതറൈസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫിന് മാത്രമേ പ്രവേശനമുള്ളൂ. മറ്റ് സ്റ്റാഫുകൾക്കൊന്നും പ്രവേശനം അനുവദനീയമല്ല. നമുക്കറിയാവുന്ന കാര്യമല്ലേ, നമുക്ക് ടെസ്റ്റ് ചെയ്തെടുത്ത് പോയിട്ട് നോക്കാനൊന്നും നമുക്ക് പറ്റില്ല അല്ലേ, നമ്മൾ അവര് അകത്തേക്ക് കയറ്റാറില്ല. കോൾഡ് സ്റ്റോറേജ് എന്ന് വെച്ചാൽ ഫ്രിഡ്ജ് എന്നൊക്കെ ഉള്ളത് മീനിങ് ആണ് കേട്ടോ. ഫ്രിഡ്ജിൽ നമ്മുടെ സാമ്പിളൊക്കെ സൂക്ഷിക്കൂലേ, ഈ ബ്ലഡ് സാമ്പിളൊക്കെ സൂക്ഷിക്കുന്നത്. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തു എല്ലാവരും? വായിച്ചോ? ഒരു പ്രാവശ്യം വായിച്ചാൽ മതിയൊന്ന് കേട്ടോ. 9th പോയിന്റ് എന്തായിരുന്നു, മലിനീകരണങ്ങളൊക്കെ തടയാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഓരോ ഏരിയകളും, റിസപ്ഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ കണക്ട് ചെയ്യുന്ന ഏരിയ, വർക്ക് ഏരിയ, ക്ലീനിങ് എല്ലാം നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിടണമെന്ന്, മലിനീകരണം ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ടോയ്ലറ്റ് ഫെസിലിറ്റീസും സൗകര്യം വേണം. സ്റ്റാഫിനായാലും പേഷ്യൻസിനായാലും ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ചെയ്തു കൊടുക്കുക. Okay, next one, levels of laboratories. Different levels of laboratories അല്ലെങ്കിൽ type of laboratories കുറിച്ചാണ് നമ്മൾ പറയുന്നത്. മെയിൻ ആയിട്ട് 5 തരത്തിലുള്ള ലബോറട്ടറി എന്താണ് പറയുക, നമുക്ക് വായിക്കാം. മെഡിക്കൽ ലബോറട്ടറീസ് അക്കോർഡിംഗ് ടു NABL are divided into 4 as below. മെയിൻ ആയിട്ട് 4 എണ്ണോട് തരംതിരിച്ചിരിക്കുന്നത്. 5 എണ്ണം എന്ന് പറഞ്ഞാൽ അതൊരു ടൈപ്പ് തന്നെയാണ്. മെയിൻലി 4 ആണ് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. Irrespective of the place they are operating are equally applicable to both public and private sector. പബ്ലിക് സെക്ടറിലും പ്രൈവറ്റ് സെക്ടറിലുമായിട്ട് നേബലിന്റെ അടിസ്ഥാനത്തിൽ എന്താണെന്ന് പറഞ്ഞു തരാം. അതിന്റെ അടിസ്ഥാനത്തിൽ മെയിൻ ആയിട്ട് നമ്മൾ 4 ആയിട്ടാണ് ലാബുകൾ തരംതിരിച്ചിരിക്കുന്നത്. NABL എന്തായിരുന്നു ഫുൾ ഫോം എഴുതിയെടുത്തോളൂ കേട്ടോ. NABL നാഷണൽ
national accreditation. ഞാൻ പറയുന്നത് എഴുതി പോയിക്കോളൂ കേട്ടോ. നാഷണൽ അക്രഡിയേഷൻ board for National Accreditation Board for Testing and spelling നമുക്ക് ടൈപ്പ് ചെയ്യുന്നത് National Accreditation Board for Testing and spelling നോക്കി എഴുതിക്കോളൂ കേട്ടോ. National Accreditation Board for Testing and Calibration Laboratories NABL. National Accreditation Board for Testing and Calibration Laboratories. അപ്പോ ഈ ലേബലിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പ്രൈവറ്റിലെയും പബ്ലിക്കിലെയും ലബോറട്ടറീസിനെ മെയിൻ ആയിട്ട് 4 ആയിട്ട് തരംതിരിച്ചിരിക്കുന്നത്. എഴുതിയെടുത്തോ നിങ്ങള്? ഫുൾ എഴുതിയോ? ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. ഫസ്റ്റ് വൺ സ്മോൾ സൈസ്ഡ്, then മീഡിയം സൈസ്ഡ്, then ലാർജ് സൈസ്ഡ്, വെരി ലാർജ് സൈസ്ഡ്, then മൾട്ടിപ്പിൾ ലൊക്കേഷൻ ആണ് പറയുന്നത്. മെയിൻ ആയിട്ട് 4 ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം. സ്മോൾ സൈസ്ഡ് പറയുന്നത് പോലെ തന്നെ ചെറുതാണ് അല്ലെ. or a laboratory that receives sample of up to 100 patient participants per day. ഒരു ദിവസത്തില് 100 പേഷ്യൻസിന് വരെ സാമ്പിൾ എടുക്കുന്നതാണ് സ്മോൾ സൈസ്ഡ് ലബോറട്ടറി എന്ന് വിളിക്കുന്നത്. ഒറ്റ വാക്കിൽ നമുക്ക് അങ്ങനെ പഠിക്കാം അല്ലെ. 100 ഒരു ദിവസത്തില് 100 പേരുടെ ഒരു ദിവസം 100 പേരുടെ സാമ്പിൾ എടുക്കും. അതാണ് സ്മോൾ സൈസ്ഡ് ലബോറട്ടറി. ഇപ്പൊ ഞാൻ പറയുന്നതിനോടൊപ്പം തന്നെ എന്റെ ഒപ്പം നിങ്ങൾ പഠിച്ചു പോവാം കേട്ടോ. പഠിച്ചു പോയാൽ എളുപ്പമാണ്. സ്മോൾ സൈസ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തില് 100 പേര് നമ്മൾ സാമ്പിൾ എടുക്കുന്നു. മീഡിയം സൈസ്ഡ് കുറച്ചും കൂടി വലുതായിട്ടോ. മീഡിയം സൈസ്ഡ് വന്നപ്പോൾ a laboratory that receives sample of up to 101 to 400 101 തുടങ്ങി ഒരു 400 പേര് വരെ ഒരു ദിവസത്തിൽ നമ്മൾ സാമ്പിൾ എടുക്കുന്നു. മീഡിയം സൈസ്ഡ്. ഓക്കെ, രണ്ടും ക്ലിയർ ആയോ? സ്മോളില് ഒരു ദിവസത്തില് 100 പേരുടെ സാമ്പിൾ നോക്കുന്നു. മീഡിയം വന്നപ്പോ 100 തുടങ്ങി, ബാക്കി 101 തുടങ്ങി 400 പേഷ്യൻസിന് വരെ നമ്മൾ ഒരു ദിവസം നോക്കുന്നു, സാമ്പിൾ എടുക്കുന്നു. ലാർജ് സൈസ്, മീഡിയം കഴിഞ്ഞു ലാർജിലേക്കായി. ലാർജ് സൈസിൽ പറയുന്നത് a laboratory that receives sample of more than 401 to 1000 400 വരെയാണ് നമ്മൾ നിന്നിരുന്നത്. 401 തുടങ്ങി ഒരു 1000 പേഷ്യൻസിന് വരെ നമ്മൾ ഒരു ദിവസത്തിൽ സാമ്പിൾ എടുക്കുന്നു. Very large sized, a laboratory that receives more than 1000 ഒരു ദിവസത്തിൽ 1000 കൂടുതൽ പേഷ്യൻസിന്റെ സാമ്പിള് കൈകാര്യം ചെയ്യുന്നു. ഇതാണ് മെയിൻ ആയിട്ട് 4 സൈസ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയോ? സ്മോൾ സൈസില് 100 സാമ്പിൾ എടുക്കുന്നു. ദെൻ മീഡിയത്തില് 101 മുതൽ 400 വരെ എടുക്കുന്നു. ആ നമ്പർ മാത്രം ഒന്ന് ബൈഹാർട്ട് ചെയ്ത് പഠിച്ചാൽ മതി നിങ്ങൾ കേട്ടോ. ലാർജിലാകുമ്പോൾ 401 തുടങ്ങി 1000 വരെ. Then very large ആകുമ്പോൾ more than 1000. ഇനി ലാസ്റ്റ് ഒരു പോയിന്റ് കൂടി നോക്കാം. മൾട്ടിപ്പിൾ ലൊക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? സൈസ് ഇത്ര വരുന്നത് കേട്ടോ, 4 സൈസ് ആണ് വരുന്നത്. മൾട്ടിപ്പിൾ ലൊക്കേഷൻ എന്ന് വിളിക്കുന്നത് a laboratory having more than one location in the same district with the same legal identity. ഇപ്പോ നിങ്ങളുടെ ഏരിയയില് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു DDIC എന്ന് പറഞ്ഞൊരു ലബോറട്ടറി അല്ലെങ്കിൽ സ്കാനിംഗ് സെന്റർ ലബോറട്ടറി എല്ലാം കൂടിയുള്ള ഒരു DDIC ഉണ്ടാകും. ഈ സെയിം ഇവരുടെ തന്നെ ബ്രാഞ്ച് ഡിഫറെന്റ് ഏരിയകളിൽ ഉണ്ടാകും ഇല്ലേ? നമ്മുടെ ജില്ലയിൽ തന്നെ പല പല ഏരിയകളിൽ ഇവരുടെ സെയിം DDIC തന്നെ ഉണ്ടാകും ഇല്ലേ? എന്താ അങ്ങനെ? സെയിം അവരുടെ തന്നെയായിരിക്കും, സെപ്പറേറ്റഡ് ആയിട്ട് ഒരേ ഡിഫറെന്റ് ഏരിയകളിൽ ഉണ്ടാകും. അതിനെയാണ് നമ്മൾ ഈ മൾട്ടിപ്പിൾ ലൊക്കേഷൻ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയോ? ബ്രാഞ്ചസ് ഓർത്താൽ മതി.
മൾട്ടിപ്പിൾ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഇപ്പൊ TDIs തന്നെ സെപ്പറേറ്റ് പല ഏരിയകളിൽ ഉണ്ടാവും. സെയിം ഇവരുടെ തന്നെ ആയിരിക്കും സംഭവം. അത് പല പല ഏരിയകളിലായിട്ട് അവരവരുടെ ബ്രാഞ്ച് ഓപ്പൺ ആക്കുന്നതാണ്. ഓക്കെ, അപ്പൊ അതാണ് മൾട്ടിപ്പിൾ ലൊക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഇതിന്റെ സ്ലൈഡിൽ തന്നെ ഒന്ന് എഴുതിയെടുത്തോളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നോട്ട്ബുക്കിൽ എഴുതണമെങ്കിൽ നോട്ട്ബുക്കിൽ ഒന്ന് എഴുതിയെടുത്തോളൂ. ജസ്റ്റ് ലെവൽസ് ഓഫ് ലബോറട്ടറീസ് ഒരു ഹെഡിങ് കൊടുക്കുക. ലെവൽസ് ഓഫ് ലബോറട്ടറീസ് ഒരു ഹെഡിങ് കൊടുക്കുക. ദെൻ ഷോർട്ടാക്കി, വളരെ ഷോർട്ടാക്കി നമുക്ക് എഴുതിയാൽ മതി. Then small sized എന്ന് എഴുതാം. സ്മോൾ സൈസ്ഡ്. ഇതൊരു കുഞ്ഞു ഹൈഫൻ ഇടാം. 100 എന്ന് കൊടുക്കുക. 100 patient. 100 patient എഴുതിക്കോളൂ. 100 patient എന്ന് എഴുതിയെങ്കിൽ കുഴപ്പമില്ല. ഇപ്പൊ നിങ്ങൾക്കറിയാലോ. 100 കൊടുക്കുക. Then മീഡിയം സൈസ്ഡ് എന്ന് എഴുതാം. അടുത്തത് മീഡിയം സൈസ്ഡ്. മീഡിയം സൈസ്ഡ് എന്ന് എഴുതാം. മീഡിയം സൈസിൽ ഹൈഫൻ ഇട്ടിട്ട് 101 to 400 എന്ന് എഴുതാം. 101 തുടങ്ങി 400 എന്ന് എഴുതാം. Then ലാർജ് സൈസ് എന്ന് എഴുതാം. ഒരു കുഞ്ഞ് ഹൈഫൻ ഇട്ടിട്ട് 401 to 1000 എന്ന് എഴുതാം. 401 to 1000. എന്ന് എഴുതാം. വെരി ലാർജ് എന്ന് എഴുതിക്കോളൂ. മോർ ദാൻ 1000. വെരി ലാർജ്, മോർ ദാൻ 1000. ഇനി അതിന്റെ താഴെ മൾട്ടിപ്പിൾ ലൊക്കേഷനും കൂടി എഴുതിക്കോളൂ കേട്ടോ. മൾട്ടിപ്പിൾ ലൊക്കേഷൻ എഴുതാം. മൾട്ടിപ്പിൾ ലൊക്കേഷൻ എഴുതിക്കൊണ്ട് ഒരു കുഞ്ഞു ഹൈബ്രിഡ് ഡിഫറെന്റ് ബ്രാഞ്ചസ് എന്ന് എഴുതിയാൽ മതി കേട്ടോ. നിങ്ങൾക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ ക്ലിയർ ആവാൻ വേണ്ടി ഡിഫറെന്റ് ബ്രാഞ്ചസ് എന്ന് എഴുതിക്കോളൂ. എഴുതി അത്രയും എഴുതി എല്ലാവരും അത്രയും. ഓക്കെ, അത് ചെറിയൊരു ബോക്സ് പോലെ അത് വരച്ചിട്ടുള്ളൂ. ഒറ്റ നോട്ടത്തിൽ നമുക്ക് പഠിക്കണം. ഓക്കെ, ഒറ്റ നോട്ടത്തിൽ പഠിക്കാൻ പറ്റണം. വൺ ബ്രാഞ്ച് ഡിഫറെന്റ് ഏരിയാസിൽ കേട്ടോ. ഷോർട്ടാക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഒരുപാട് വലിച്ചു നീട്ടി എഴുതണ്ടല്ലോ. നമുക്ക് ഒറ്റ നോട്ടത്തിൽ നമുക്ക് കാണുമ്പോൾ അത് പഠിക്കാൻ തോന്നണം അല്ലെ? അത്തരത്തിലായിരിക്കണം നമ്മളുടെ നോട്ട്സ് നമ്മൾ എഴുതേണ്ടത്. നമ്മൾ അങ്ങനെയല്ലേ എഴുതാറ്. ഓക്കെ, ഇത് നിങ്ങളൊന്ന് വായിച്ചു നോക്കിക്കോളൂ. ലെവൽസ് ഓഫ് ലബോറട്ടറീസ് വായിക്കുന്നതിനോടൊപ്പം തന്നെ ഒന്ന് പഠിക്കാൻ ശ്രമിച്ചാൽ നല്ലതായിരിക്കും കേട്ടോ. 4 സൈസും ഒന്ന് ആ നമ്പർ എക്സാമിന് ചോദിക്കാറുണ്ട് എപ്പോഴും. ഏതെങ്കിലും ഐഡന്റിഫൈ ചെയ്യാനായിട്ടും ഏത് സൈസ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാനൊക്കെ ചോദിക്കാറുണ്ട്. ഷുവർ ക്വസ്റ്റ്യൻ അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം കേട്ടോ. ലെവൽസ് ഓഫ് ലബോറട്ടറീസിനെ അതുകൊണ്ടാണ് ഞാൻ എക്സ്ട്രാ ഇങ്ങനെ ചെറുതാക്കി ബോക്സ് വരച്ച് നിങ്ങളോട് എഴുതാൻ പറഞ്ഞത്. ഓക്കെ, പഠിക്കാൻ പറ്റുന്ന ഇപ്പൊ തന്നെ ഒന്ന് വായിക്കുമ്പോ അതിന്റെ ഒപ്പം തന്നെ ഒന്ന് പഠിച്ച് പോയിക്കോളൂ. കാണിച്ചു നോക്കിക്കോളൂ ലെവൽസ് ഓഫ് ലബോറട്ടറീസ്. ഓരോ സൈസ് പഠിക്കുമ്പോഴേ മനസ്സിലുള്ള നമ്മൾ തറപ്പിച്ച് അങ്ങോട്ട് പഠിച്ചോളൂ ആ നമ്പറുകളും കേട്ടോ. പിന്നെ ഒരിക്കലും മറക്കില്ല. എന്തായിരുന്നു? നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ്
കാലിബ്രേഷൻ ലബോറട്ടറീസ് എഴുതിയില്ലേ? ഞാൻ കമന്റ് മീൻസ് മെസ്സേജ് ചെയ്തായിരുന്നല്ലോ. നിങ്ങളുടെ ഫ്രണ്ട്സ് കേട്ടോ. നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലബോറട്ടറീസ്. ഫുൾ ഫോമുകളൊക്കെ പഠിക്കണം കേട്ടോ. എക്സാമിനൊക്കെ ചോദിക്കാറുണ്ട്, പറയാറുണ്ട് എപ്പോഴും. വായിച്ചോ? ലെവൽസ് ഓഫ് ലബോറട്ടറീസ് വായിച്ചായിരുന്നു എല്ലാവരും? ഓക്കെ. ക്യാമറ ഓൺ ചെയ്യണം. എക്സാമിന് ക്യാമറ ഓൺ ആയിരിക്കണം. ക്ലാസ് പോലെയല്ല, നിങ്ങൾ എക്സാം എഴുതുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണണ്ടേ? എല്ലാം അവിടെ ക്യാമറ ഓൺ ആയിരിക്കണം കേട്ടോ. ക്യാമറ ഓൺ ആണ്, കമ്പൽസറി ആണ്. അതിനുള്ള ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങളും എക്സാമിന് പറഞ്ഞു തരും. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. ബുക്കാണോ ഒബ്ജക്റ്റീവ് ബുക്കാണോ മീൻസ് എന്തുദ്ദേശിച്ചത്? നോർമലി നമ്മൾ മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്യുന്നത് പോലെ തന്നെ ക്വസ്റ്റ്യൻ കേട്ടോ. ലിങ്ക് ഒക്കെ ക്ലാസ് റൂമിലൊക്കെ ഇടും, അത് പേടിക്കൊന്നും വേണ്ട. എല്ലാവർക്കും ഒരേ ടൈം ഒക്കെ തന്നെ ആയിരിക്കും കേട്ടോ. നിങ്ങൾ അങ്ങനെ ടെൻഷൻ ഒന്നും വേണ്ട. എക്സാമിനുള്ള എല്ലാ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും എല്ലാം പറഞ്ഞു തരും കേട്ടോ. അപ്പൊ ടെൻഷൻ ഒന്നും വേണ്ട. ടീച്ചേഴ്സ് എല്ലാവരും തന്നെ ഉണ്ടാകും. അപ്പോൾ ടീച്ചേഴ്സ് അതിനുള്ള നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. എങ്ങനെ എക്സാം അറ്റൻഡ് ചെയ്യണം. നിങ്ങൾ എക്സാം ഒന്ന് അറ്റൻഡ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, പഠിക്കുക, അതിനു വേണ്ടി പ്രിപ്പയർ ആകുക കേട്ടോ. ഓക്കെ, അപ്പൊ ലെവൽസ് ഓഫ് ലബോറട്ടറി വായിച്ചോ? പഠിച്ചോ? ഇതിലൊപ്പം തന്നെ ഫുൾ ഫോമുകളൊക്കെ നന്നായിട്ട് പഠിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ എക്യുപ്മെന്റ്സ് ആണ്. എക്യുപ്മെന്റ്സിന്റെ അടുത്ത ക്ലാസ്സിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കുന്നതായിരിക്കും. അപ്പൊ ഇനി നാളെയും മറ്റൊന്നിനെയും കൂടി നമുക്ക് ക്ലാസ് ഉള്ളൂ അല്ലെ? അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സ്റ്റഡി ലീവ് ആണ്. സോ എന്റെ പോർഷൻസ് ഓൾറെഡി നമ്മൾ കംപ്ലീറ്റ് ചെയ്തതായിരുന്നു. ദെൻ മാമിന് ഇങ്ങനെ വയ്യാത്തതുകൊണ്ട് ഈ ഒരു ചാപ്റ്റർ 2 ദിവസങ്ങളായിട്ട് ഞാൻ തന്നെയായിരിക്കും നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്തെടുക്കുന്നത്. ഓക്കെ, കുഴപ്പമുണ്ടോ കണ്ടിന്യൂ ചെയ്യുന്നത് കൊണ്ട്? പോയിന്റതാണ് അല്ലെ? അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നത് കൊണ്ട് പിന്നെ കണ്ടിന്യൂ ചെയ്യാണ്ട് നമുക്ക് പോർഷൻസ് തീരണമല്ലോ. അപ്പൊ അതുകൊണ്ടാണ് പിന്നെ ഞാൻ തന്നെ അത് കണ്ടിന്യൂ ചെയ്യുന്നത് കേട്ടോ. കുഴപ്പമൊന്നുമില്ലല്ലോ? ക്ലാസ് കേട്ടിരിക്കുന്നതിന് സന്തോഷമുള്ളത്. ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്ക് 2 ദിവസം കൊണ്ടുകൊണ്ട് ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആകും കേട്ടോ. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിന്റെ ഒപ്പം തന്നെ ഞാൻ പറഞ്ഞു പോകുന്നുണ്ട്. ദെൻ എക്സ്ട്രാ നോട്ടിന്റെ ആവശ്യം എനിക്ക് തോന്നുന്നു ഉണ്ടെങ്കിൽ ഞാൻ തരാം കേട്ടോ. ഇതുപോലെ ഇപ്പൊ നമ്മൾ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയ കുഞ്ഞു നോട്ട് നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ, അതിൽ കൂടുതൽ വളരെ ഇതായിട്ടൊന്നും നോട്ടിന്റെ ആവശ്യമില്ലല്ലോ. നമുക്ക് എന്തായാലും എക്സാം ഒബ്ജക്റ്റീവ് ടൈപ്പ് അല്ലേ, എസ്എ ടൈപ്പ് ഒന്നും ഇല്ലല്ലോ. എക്സാമിന്റെ കാര്യമെടുത്ത് വിഷമിക്കൊന്നും വേണ്ട. റിസൾട്ട് പിന്നെ ആയിരിക്കും അറിയുന്നത്. കുറച്ച് ദിവസത്തിനുള്ളിൽ റിസൾട്ട് പബ്ലിഷ് ചെയ്യും കേട്ടോ. ടെൻഷൻ ഒന്നും വേണ്ട. ലാസ്റ്റ് ക്വസ്റ്റ്യൻ തരുമെന്ന് മീൻസ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ തരാന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് നിങ്ങൾക്ക് എടുക്കുന്നതിന്റെ ഒപ്പം തന്നെ ഇമ്പോർട്ടന്റ് ആണെന്ന് മാർക്ക് ചെയ്ത് പോവാൻ പറയുന്നത് കേട്ടോ. കാരണം ചിലപ്പോൾ അതിനുള്ള ടൈം നമുക്ക് കിട്ടുമെന്ന് അറിയില്ലല്ലോ. അപ്പൊ അത് ടൈം കിട്ടിയില്ലെങ്കിലാന്ന് വിചാരിച്ചുകൊണ്ടാണ് നേരത്തെ തന്നെ ഓൾറെഡി മുൻകൂട്ടി നിങ്ങളോട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അടയാളപ്പെടുത്താൻ പറയുന്നതും എഴുതാൻ പറയുന്നതും. ഓക്കെ, എക്സാമിന്റെ കാര്യങ്ങൾക്ക് ടെൻഷനൊന്നും ആർക്കും വേണ്ട. എല്ലാ ഇൻഫോർമേഷൻസും എന്താ അതിനുള്ള നിർദ്ദേശങ്ങളൊക്കെ പറഞ്ഞു തരും ടീച്ചേഴ്സ് കേട്ടോ. അങ്ങനെ എങ്ങനെ എഴുതുന്നവർക്ക് ആർക്കും ടെൻഷന്റെ ആവശ്യമൊന്നുമില്ല. അതിനുള്ള എല്ലാ ഹെൽപ്പും ടീച്ചേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ചെയ്തു തരുന്നതായിരിക്കും. ഓക്കെ, നന്നായിട്ട് പഠിക്കാം. നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി നല്ല രീതിയിൽ ചെയ്യുക. പഠിക്കാനുള്ള ഒരു ടൈം കുറച്ച് ദിവസമൊക്കെ തന്നിട്ടുണ്ട്. ആ ടൈം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യണം. വെറുതെ ആകരുത്. മീൻസ് സ്റ്റഡിയിലേക്ക് തന്നിരിക്കുന്നത് നല്ല രീതിയിൽ അതിനു വേണ്ടി തന്നെ ചിലവഴിക്കാം. നമുക്ക് വീട്ടിലെ സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും.
ഓക്കെ, എങ്കിലും അതിനു വേണ്ടി കുറച്ച് ദിവസമെങ്കിലും ഉറപ്പൊക്കെ ഒഴിച്ച് 2 ദിവസമൊക്കെ ഒന്ന് പഠിക്കാൻ ശ്രമിക്കാം. ഇത്ര ദിവസം നമ്മൾ മാറ്റി വെച്ചേക്കിരുന്നില്ല ഈ ഒരു കുറച്ച് ദിവസങ്ങൾക്ക് വേണ്ടി അല്ലേ? ലാസ്റ്റ് മൊമെന്റിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ ഇല്ലേ? ഉണ്ട്. അപ്പൊ അവരോട് പ്രത്യേകം പറയണം, അവര് നല്ലപോലെ നോക്കാം കേട്ടോ. ടൈം ലിമിറ്റ് ഉണ്ട്, ഓരോ ക്വസ്റ്റിനും ടൈം ലിമിറ്റ് ഒന്നും ഇല്ല, മാക്സിമം ടൈം ഉണ്ട്. 1.5 hour ഒക്കെ ആയിരിക്കാം ടൈം. അപ്പൊ ആ ടൈമിനുള്ളിൽ തീർത്താൽ മതി. ഒരു ക്വസ്റ്റിന് ഇന്ന ടൈമിലൊന്നും കണ്ടീഷൻ ഒന്നും ഇല്ല കേട്ടോ. പേടിക്കണ്ട, ടെൻഷൻ ആവണ്ട, എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും ടീച്ചേഴ്സ്. ഓക്കെ, അപ്പൊ താങ്ക് യു ഓൾ. നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് അടുത്ത എക്യുപ്മെന്റിന്റെ പോർഷൻ എടുക്കും. ഇതുവരെയൊക്കെ നന്നായിട്ട് വായിക്കാം. Thank you, ma'am. Thank you.